Good afternoon. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ടാലന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ് പറഞ്ഞത് അല്ലേ? ഇത് കംപ്ലീറ്റ് ആയിരുന്നോ? ഫീഡ്ബാക്ക് ലൂപ്പ് വരെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സില്? പറഞ്ഞില്ലേ? ഓക്കെ അപ്പൊ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളില് പ്രധാനമായിട്ടും നമ്മുടെ കുറച്ച് സ്റ്റേജസ് ആയിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പൊ അതില് ഹ്യൂമൻ ക്യാപിറ്റൽസിന്റെ അല്ലെങ്കിൽ മനുഷ്യ മൂലധനത്തിനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ സമഗ്രമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ലെങ്കിൽ തുടർച്ചയായ ഒരു പ്രക്രിയയാണ് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അതിൽ ഏതൊക്കെ ബേസിസ് വരുന്നുണ്ട്? ഓർഗനൈസേഷണൽ പ്ലാൻ. ഓർഗനൈസേഷണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയുന്നത് റിമൈൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓർഗനൈസേഷണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക്, നമ്മുടെ ഭാവിയിലേക്ക് നമ്മുടെ ബിസിനസ് പ്ലാനുകൾ മികച്ചതാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് പ്ലാനുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഭാവിയിലേക്ക് എത്രത്തോളം എന്താണ് എംപ്ലോയീസിന് നമുക്ക് ആവശ്യമായി വരും അല്ലെ? ഏത് കാറ്റഗറി ഓഫ് പീപ്പിളിനെയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അത് നിർണ്ണയിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊരു ആസൂത്രണം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്നതാണ് ശരിക്കും ഓർഗനൈസേഷണൽ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് സ്പെസിഫിക് സ്കില്ലുള്ള, ഏത് ലെവൽ ഓഫ് സ്കിൽസ് ഉള്ള ആളുകളെ ആയിരിക്കണം ഓരോ പൊസിഷനിലേക്കും വേണ്ടത്, അതുപോലെ ഓരോ പൊസിഷന്റെയും ഗോൾസ് അച്ചീവ് ചെയ്യേണ്ട ഗോളുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് അവർ പാലിക്കണം, അവർക്ക് കൊടുക്കുന്ന സാലറി, ബെനിഫിറ്റ് മുതലായ കാര്യങ്ങൾ. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ്, അതായത് ഓൾറെഡി ആസൂത്രണം ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷണൽ പ്ലാൻ എന്ന് പറയുന്ന സ്റ്റേജിൽ. അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തുകയാണ് ചെയ്യുക. ഇനി അടുത്തത് റിക്രൂട്ട്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം, അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തില് റിക്രൂട്ടിംഗ് പ്ലാൻ എങ്ങനെ നമ്മൾ ആസൂത്രണം ചെയ്യണം, അതെങ്ങനെ നടപ്പിലാക്കണം, അത് എങ്ങനെ ആരംഭിക്കണം, അതുപോലെ ഏതൊക്കെ ജോലി വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്, അതിൽ നല്ല കാറ്റഗറിയിലുള്ള ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ, അത് കണ്ടെത്തണമെങ്കിൽ അതിനാവശ്യമായ സോഴ്സ് അല്ലെങ്കിൽ സ്രോതസ് എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മുൻകൈ എടുത്ത് നടത്തുന്നു. അതിന് ആവശ്യമായ റിക്രൂട്ട്മെന്റിന് ആവശ്യമായ അംഗീകാരങ്ങൾ നൽകുന്നു. അത് ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിലൂടെ ഏതൊക്കെ കാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്യുന്ന കാൻഡിഡേറ്റ് ഉണ്ടാവും, ചില ചാൻസ് നോട്ട് ടു ജോയിൻ യുവർ ഓർഗനൈസേഷൻ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഇൻഫർമേഷൻസ് എടുക്കുകയും ചെയ്യും. അതാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിലൂടെ പറയുന്നത്. മൂന്നാമത്തത് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ അവിടെ അവരുടെ അപ്പൊ അവരെ നിയമിച്ചു അല്ലെ, നമ്മൾ നിയമിച്ചു, അതിനുശേഷം അവരുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതായത് ഓരോ ജോലിയുമായി ബന്ധപ്പെട്ടും അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, അവർ ഏത് മാനദണ്ഡത്തിലൂടെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കണം, അതിനു വേണ്ടിയിട്ട് അവരുടെ കരിയർ മികച്ചതാക്കാനുള്ള ആ ഒരു ദിശ അല്ലെങ്കിൽ കരിയർ മികച്ചതാക്കാനുള്ള ഡയറക്ഷൻ എങ്ങനെയാണ്, അതൊക്കെ വ്യക്തമായിട്ട് തിരിച്ചറിയുക. അതുപോലെ തന്നെ അവർക്ക് ഓരോ വ്യക്തികളുടെയും ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ രൂപീകരിക്കുകയും അത് അവർക്ക് ഓരോരുത്തർക്കും അവിടെ പ്രാവർത്തികമാക്കാനായിട്ട് നൽകുകയും ചെയ്യുക. മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും ഒക്കെ കൃത്യമായിട്ട് അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ ആ ഒരു ഡെവലപ്മെന്റ് പ്ലാനിന്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്ത് എടുക്കുകയും ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർക്ക് ഓരോരോ കരിയർ പ്ലാനുകൾ, ഫോർമൽ ആയിട്ടുള്ള കരിയർ പ്ലാനുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്ലാനുകൾ അവർക്ക് നൽകുക. അതിലൂടെ മാനേജേഴ്സിനും അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിനും അവർക്ക് കൃത്യമായ കോച്ചിങ് സെഷൻസ് കൊടുക്കുന്നതിന് ആവശ്യമായ എന്താണ് റെഗുലർ ആയിട്ടുള്ള കോച്ചിങ് സെക്ഷൻസ് അവർക്കും നൽകുക. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള റിവാർഡുകൾ, മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും ഒക്കെ ആ ഒരു സക്സസ്, നമ്മുടെ ആ ഒരു ബിസിനസിന്റെ സക്സസിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? സോ അത്തരത്തിൽ അവർക്ക് ആ ഒരു കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ശരിയായിട്ടുള്ള മേൽനോട്ടം വഹിച്ചു കൊണ്ടുപോകുന്ന മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും റിവാർഡ് നൽകുക. ഇത്രയുമാണ് ഡെവലപ്മെന്റ് പ്ലാനിൽ പറയുന്നത്. അടുത്തത് റിട്ടൻഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എംപ്ലോയീസിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഡെവലപ്മെന്റും അവരുടെ കരിയറിൽ ഡെവലപ്മെന്റ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, വികസനം കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്.
അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പെർഫോമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരെ കൃത്യമായ സൂപ്പർവിഷനും നടത്തുന്നുണ്ട്. എന്നാൽ റിട്ടൻഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയീസിനെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു നല്ല എംപ്ലോയി ആണെങ്കിൽ അവരെ നമുക്ക് നിലനിർത്തണം ആ സ്ഥാപനത്തിൽ നിലനിർത്തണം. കാരണം ആ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് അവര് ബെനിഫിറ്റ് ആണ്, അല്ലെ, എപ്പോഴും ഒരു പ്രയോജനമുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെ. അതാണ് റിട്ടൻഷൻ പ്ലാനിൽ പറയുന്നത്. അതായത് അവർക്ക് ആവശ്യമായ റിവാർഡുകള്, റെക്കഗ്നിഷൻസ്, അവർക്ക് പ്രതിഫലങ്ങള്, അംഗീകാരങ്ങളൊക്കെ, അവരുടെ പെർഫോമൻസ്, അവർ കാഴ്ചവെക്കുന്ന പ്രകടനത്തിനനുസരിച്ച്, അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ച്, അവരുടെ വികസന ആ ഒരു പദ്ധതിയുടെ അച്ചീവ്മെന്റുകൾക്കനുസരിച്ചൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള അംഗീകാരങ്ങളും അതുപോലെ തന്നെ പ്രതിഫലങ്ങളും നൽകുക. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് സർവേകൾ നടത്തുക. അങ്ങനെയുള്ള സർവേകൾ നടത്തി എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. അപ്പൊ അതിലൂടെയൊക്കെ അവരെ നമുക്ക് നിലനിർത്താൻ പറ്റും. അതുപോലെ സർവേകൾ നടത്തി കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ അതിന്റെ ഫലങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങൾ, ആക്ഷൻസ് നടത്തുക. സക്സസ്ഫുൾ ആയ നല്ല ട്രെയിനിങ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല സക്സസ്ഫുൾ എംപ്ലോയീസ് ആണെങ്കിൽ അവര് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ് മെട്രിക്സ് ഒക്കെ മാറ്റി നിർത്തി നമുക്ക് ആ ഒരു മാനേജേഴ്സിനായിക്കോട്ടെ, സൂപ്പർവൈസേഴ്സിനായിക്കോട്ടെ, അവർ ശരിയായ രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള റേറ്റ് ചെയ്യുക, അവർക്ക് അതിനുള്ള റിവാർഡുകളിൽ പ്രതിഫലങ്ങൾ നൽകുക. അതുപോലെ ആ ഓർഗനൈസേഷന് ആവശ്യമായ എല്ലാ പൊസിഷനിലേക്കും നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്ലാനാണ് റിട്ടൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തത് അസസ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ ഒരു വർഷത്തിലുടനീളം ഇവിടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് ചെയ്യുന്നു, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഫോർമലി ഔപചാരികമായിട്ട് തന്നെ അസസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്നതിനെയാണ് നമ്മുടെ അസസ്മെന്റ് പ്ലാനിലൂടെ പറയുന്നത്. അപ്പൊ അവിടെ അവർ കൃത്യമായിട്ട് എംപ്ലോയീസ് ആ ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം പ്രവർത്തിക്കുന്നുണ്ടോ, എന്ത് രീതിയിലുള്ള പെരുമാറ്റമാണ് അവിടെ കാഴ്ചവെക്കുന്നത്, ആ ഒരു സ്ഥാപനത്തിന്റെ കൾച്ചറൽ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണോ, സംസ്കാരത്തിന് അനുസൃതമായിട്ടാണോ അവർ പെരുമാറുന്നത്, അതുപോലെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ജോലിയുമായി ബന്ധപ്പെട്ടും അവരുടെ ബിഹേവിയർ, അവരുടെ കൾച്ചറൽ നോംസ്, അവർ പാലിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ സഹകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള മറ്റ് സഹപ്രവർത്തകരെയും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു താരതമ്യം ചെയ്യുകയാണ് ഈ ഒരു അസസ്മെന്റ് പ്ലാനിലും മറ്റൊരുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റ് പ്ലാൻസും മറ്റു കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ അവർ ചെയ്യുന്ന പെർഫോമൻസിൽ കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റീവ് ആക്ഷൻസ്, തിരുത്തൽ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് അണ്ടർ പെർഫോമിംഗ് ആയിട്ട്, നമ്മൾ പെർഫോമൻസ് നോക്കുമ്പോൾ എല്ലാവരും മികച്ചതായിട്ട് പെർഫോം ചെയ്യണമെന്നില്ല, അല്ലെ. ചില ആളുകൾ ചിലപ്പോൾ ചെറിയ രീതിയിലെങ്കിലും പെർഫോമൻസിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താഴെ നിൽക്കാം. അപ്പൊ അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, കറക്റ്റീവ് ആക്ഷൻസ്, അവർക്ക് തിരുത്തൽ നടപടികൾ കൊടുക്കുകയും അവർക്ക് അതിനുള്ള അവസരങ്ങൾ നൽകുകയും അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും, നിങ്ങൾ ഇങ്ങനെ പെർഫോം ചെയ്താൽ പോരാ, ഇച്ചിരി കൂടി നന്നായിട്ട് പെർഫോം ചെയ്യണം, മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ താഴ്ന്നിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് തിരുത്തൽ നടപടികൾ നടത്താനുള്ള ഒരു അവസരം കൂടി കൊടുക്കുകയാണ് അസസ്മെന്റ് പ്ലാനിലൂടെ ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഔട്ട്പ്ലേസ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർഗനൈസേഷൻ ഇപ്പൊ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഒരു ഓർഗനൈസേഷന് വേണ്ട, അതായത് അത് നിർത്തണം. അപ്പൊ അവിടെ ഔപചാരികമായിട്ട് അവർക്ക് ഇനി ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു ജോലി തരാൻ ഇനി ആവശ്യമില്ല, കുറച്ച് തൽക്കാലത്തേക്കുള്ള ഒരു ജോലിയായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, എപ്പോഴും വരെ വേണം എന്നൊക്കെ നിർണയിച്ചുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ അത് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് സഫിഷ്യന്റ് പറയുന്ന അസസ്മെന്റ് ഓഫ് ദി എംപ്ലോയീസിന്റെ പുനർമൂല്യനിർണ്ണയം നടത്തുകയും നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവിടെ ചില എംപ്ലോയീസ് ചിലപ്പോൾ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട റിക്വയർമെന്റ്സ് ഒന്നും ശരിയായ രീതിയിൽ നിറവേറ്റുന്നുണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവരെന്ത് ചെയ്യണം, പിരിച്ചുവിടാം, അല്ലെ, അവിടെ നിന്ന് പിരിച്ചുവിടാം. അതേസമയം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക,
ആ ഒരു ജോലി അവിടെ ഇല്ലെങ്കിൽ പോലും അവരെ എന്ത് ചെയ്യുക, അടുത്തൊരു ജോലിയിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് ഔട്ട് പ്ലേസ്മെന്റ് പ്ലാനിന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോൾ ചില ജോലികൾ താൽക്കാലികമായിട്ടുള്ള ജോലികളായിരിക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമില്ലാത്തത് ആ ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ആ ഒരു ജോലി തരമാണ് എന്ന് തോന്നിയാൽ ആ ഒരു ജോലി അവിടെ ആ ഒരു ജോബ് ടൈപ്പ് നമ്മൾ അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാണ്. അപ്പൊ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മതിയായിട്ടുള്ള രീതിയിലുള്ള റിക്വയർമെന്റ്സ് ഒന്നും അത് നിറവേറ്റുന്നില്ല എങ്കിൽ അവരെയും അതോടൊപ്പം തന്നെ പിരിച്ചുവിടാം. അല്ല, നല്ല ഇംപ്രൂവ്മെന്റ്സ് കാഴ്ചവെക്കുന്ന പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ മറ്റേതെങ്കിലും എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റുകയും ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത് ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റി പോസിറ്റീവ് ആക്കാൻ ആവശ്യമായ എന്താണ് സ്റ്റെപ്സ് അല്ലെങ്കിൽ എന്താണ് പ്രവർത്തനങ്ങൾ നടത്തുക. ഇതെല്ലാം ഔട്ട് പ്ലേസ്മെന്റ് പ്ലാനിൽ വരുന്ന കാര്യങ്ങളാണ്. ലാസ്റ്റ് ആണ് ഫീഡ്ബാക്ക് ലൂപ്പ്. ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫീഡ്ബാക്കുകൾ എടുക്കുക, അല്ലെ? അതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള സംവിധാനം. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ ലൈഫ് സൈക്കിൾ, അവരുടെ ആ ഒരു എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് സൈക്കിൾ ഉടനീളം അവരുടെ ഇൻപുട്ട്, അവർ തരുന്ന ഇൻഫർമേഷൻസ് ആ ഒരു ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ നമ്മൾ അത് കളക്ട് ചെയ്യുന്നു. അതിന് അവിടെ ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, പുതിയ ട്രെൻഡ്സുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, മാനേജേഴ്സും സൂപ്പർവൈസേഴ്സിനും ഒക്കെ ഇത് നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എംപ്ലോയീസ് എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോകാനുള്ള കാരണം എന്താണ്, ആ മോസ്റ്റ് കോമൺ റീസൺ എന്താണ്, അതുപോലെ തന്നെ ഇപ്പൊ പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണ്. അപ്പൊ ഇൻഡിവിജ്വലിനും മാനേജേഴ്സിനും ഒക്കെ ആ ലീവ് ചെയ്ത് പോകുന്ന അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും വിട്ടുപോകുന്ന എംപ്ലോയീസിനെ കുറിച്ചുള്ള അവരുടെ ഫീഡ്ബാക്കുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഒരു 7 എണ്ണം മനസ്സിലായോ? ഇത് ഒരു ഓവറോൾ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അതിന്റെ ഒരു മീനിങ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പൊ ആ ഒരു ഭാഗം അതുകൊണ്ടാണ് മിസ് കൂടി പറഞ്ഞു തന്നത്. ക്ലിയർ അല്ലേ? ഇത് വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? കാരണം ഇനി നമ്മൾ നെക്സ്റ്റ് വേറെ ഒരു സെക്ഷനിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഈ ടാലന്റ് മാനേജ്മെന്റും കോമ്പൻസേഷൻ മാനേജ്മെന്റും ഉണ്ടല്ലോ. ടാലന്റ് മാനേജ്മെന്റിന് ഇനി കുറച്ച് ഭാഗം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റിലേക്ക് കിടക്കാണ്. ഇപ്പൊ രണ്ട് ടോപ്പിക് ആണ്, അതുകൊണ്ടാണ്. അപ്പൊ ഒന്നുകൂടി ഉറപ്പ് വരുത്തിയിട്ടാണ് പോവാന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒന്ന് വായിച്ചു നോക്കി കിട്ടിക്കൊള്ളു കേട്ടോ. Okay. Then talent management life cycle looks at the entire human resource cycle from business planning phase to the recruiting and employment event, through the individual's development cycle to the last day of employment of that employee and beyond. So, ഇവിടെ ഒരു talent management life cycle എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു human resourceന്റെ റിസോഴ്സ് സൈക്കിൾ ആണെന്ന് നമുക്ക് പറയാം, അല്ലെ? അതായത് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ഫേസ് മുതൽ, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്ലാനിങ് ഫേസ് മുതലല്ലേ നമ്മൾ പഠിച്ചു തുടങ്ങിയത്? ആണോ? പ്ലാനിങ് ഫേസ് മുതലല്ലേ നമ്മൾ ഇത് തുടങ്ങിയത്? ലൈഫ് സൈക്കിളാ. അപ്പൊ ആ ഒരു പ്ലാനിങ് ഫേസ് മുതല് അതിനുശേഷം റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്, എംപ്ലോയ്മെന്റ് നൽകുന്നുണ്ട്, അവരുടെ ഡെവലപ്മെന്റ് സൈക്കിൾ നടത്തുന്നുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ലാസ്റ്റ് അവരുടെ ആ ഒരു ലാസ്റ്റ് ഡേ ഓഫ് എംപ്ലോയ്മെന്റിന്റെ ആ ഒരു ലാസ്റ്റ് ഡേ വരെയും നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തും. അപ്പൊ ആ ഒരു ലാസ്റ്റ് ഡേ വരെ, അല്ലെങ്കിൽ അവസാന ദിവസം വരെയും അതിനുശേഷവുമുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് സൈക്കിൾ ആണ് നമ്മുടെ ടാലന്റ് മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളില് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, എംപ്ലോയ്മെന്റ് നടത്തുന്ന ഇവന്റ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന്റെ ഡെവലപ്മെന്റ് സൈക്കിൾ വരുന്നുണ്ട്, ആൻഡ് ടു ദ ലാസ്റ്റ് ഡേ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ദാറ്റ് എംപ്ലോയി ആൻഡ് ബിയോണ്ട്. അവരുടെ അവസാന ദിവസം, അവരുടെ എംപ്ലോയ്മെന്റുമായി തൊഴിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അവസാന ദിവസവും അതിനുശേഷവുമുള്ള കാര്യങ്ങൾ ഈ ഒരു ലൈഫ് സൈക്കിളിലുടനീളം പറയുന്നുണ്ട്. ഓക്കെ, അത്രയും ആ ഒരു ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക് പഠിക്കാൻ പോകുന്നത് ടാലന്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്. ടാലന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ മുൻകരുതൽ അല്ലെങ്കിൽ മുൻകൈ എടുക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ സക്സസ് അല്ലെങ്കിൽ വിജയം കൈവരിക്കണമെങ്കിൽ നമ്മൾ ടാലന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ഓരോ ബോക്സുകളിലാണ് നിങ്ങൾ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാവോ അതിൽ കാണുന്നത്. നോക്കിയേ,
ഫസ്റ്റ് വൺ ആണ് മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. ഇൻഡിവിജ്വലിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ത് ചെയ്യുക, എപ്പോഴും നിലനിർത്തുക. അതുപോലെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്, അവർക്ക് ആവശ്യമായ അംഗീകാരങ്ങളും റിവാർഡ് പ്രതിഫലങ്ങളും നൽകുക. അതുപോലെ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ അവർക്ക് നൽകുക. അതുപോലെ റോൾ ഡിസൈൻ, അവർ ഓർഗനൈസേഷനിൽ ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ റോളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുക, അത് രൂപകൽപ്പന നടത്തുക. ദെൻ ജോബ് റൊട്ടേഷൻസ്, അല്ലെ, ജോബുമായി ബന്ധപ്പെട്ട റൊട്ടേഷൻസ് നടത്തുക. അതുപോലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും വികസനങ്ങളും നൽകുക. സക്സഷൻ പ്ലാൻ എന്ന് പറഞ്ഞാല് പിന്തുടർച്ച ആസൂത്രണം. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, നല്ലൊരു വഴക്കം ഉണ്ടായിരിക്കണം. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, നല്ലൊരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. സെൽഫ് മോട്ടിവേഷൻ, സ്വയം മോട്ടിവേറ്റഡ് ആകുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ സക്സസ് അല്ലെങ്കിൽ വിജയം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ടാലന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ മുൻകൈ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോന്നും. മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, റോൾ ഡിസൈൻ, ജോബ് റൊട്ടേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, സക്സഷൻ പ്ലാനിംഗ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, സെൽഫ് മോട്ടിവേഷൻ. അപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ താഴെ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ദ മാനേജർ ആൻഡ് ദ ഹയർ അതോറിറ്റീസ് നീഡ് ടു ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ടു പേവ് ദ വേ ഫോർ ദ പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് ലോങ് ടേം അസോസിയേഷൻ വിത്ത് ദ ഓർഗനൈസേഷൻ. അപ്പോൾ മാനേജേഴ്സും, ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സും അവരുടെ ഹയർ അതോറിറ്റീസ്, അല്ലെ, ഉന്നത അധികാരികൾ നീഡ് ടു ടേക്ക് ദ ഇനിഷ്യേറ്റീവ്, എന്ത് കാര്യം മുൻകൈ എടുത്ത് വഴിയൊരുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, ആ എംപ്ലോയീസിന്റെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ വ്യക്തിഗത വികസനം, അതുപോലെ തന്നെ ലോങ് ടേം അസോസിയേഷൻ വിത്ത് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ദീർഘകാല ബന്ധം, അതുപോലെ അവിടുത്തെ എംപ്ലോയീസിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, വികസനം മുതലായ കാര്യങ്ങളൊക്കെ വഴിയൊരുക്കേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുൻകൈ എടുക്കേണ്ടതും അതിന് വഴിയൊരുക്കേണ്ടതും അവിടുത്തെ മാനേജേഴ്സും ഉന്നത അധികാരികളും ആണ്. Some of the ways in which a manager can motivate and retain employees are as follows. അപ്പൊ ചില വഴികളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന താഴെ കാണുന്ന ചില വഴികളിലൂടെ മാനേജേഴ്സിന് അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രചോദനം നൽകാനും അവരെ അവിടെ നിലനിർത്താനും സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് വേസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് റെക്കഗ്നിഷൻ. എന്താണ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ? അംഗീകാരം നൽകുക, അല്ലെ? Recognizing employees' contribution and their work on individual grounds boost up self-confidence in them. നമുക്കറിയാം, നമ്മൾ എന്ത് ജോലി എടുത്താലും, ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു അംഗീകാരം കിട്ടുന്നത് ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലേ? നമ്മൾ എന്തൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും അതിനൊരു അംഗീകാരം വേണം എന്നൊരു ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും, ശരിയല്ലേ? നീ നന്നായിട്ട് ചെയ്തല്ലോ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും പറഞ്ഞാൽ മതി, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു അംഗീകാരം അവിടുത്തെ എംപ്ലോയീസിന് നൽകുകയാണ്. അപ്പൊ എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവര് നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻസ് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി നല്ല രീതിയിലുള്ള സംഭാവനകൾ നൽകുന്നുണ്ട്, നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങൾ അവരുടെ മനസ്സിലാക്കുക. അവരുടെ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്, അവർ കൊടുക്കുന്ന ആ ഒരു സംഭാവനകൾ എന്താണ്, അവർ ചെയ്യുന്ന വർക്ക് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവർക്ക് റെക്കഗ്നിഷൻസ് അല്ലെങ്കിൽ അവർക്കുള്ള അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുക. സോ അതിലൂടെ എപ്പോഴും അവിടെ എംപ്ലോയീസിന്റെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളർത്തിയെടുക്കാൻ സാധിക്കില്ലേ? സാധിക്കോ? നിങ്ങളോട് പറയണോ നിങ്ങൾ ചെയ്ത കാര്യം വളരെ മികച്ചതാണ്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടുതലേ ചെയ്യുന്നത്, അല്ലെ? പിന്നെ ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആത്മവിശ്വാസം എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതാണ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ്. എന്താണ് റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ് എന്ന് പറഞ്ഞാൽ? ശമ്പളവും അതുപോലെ തന്നെ പാരിതോഷികങ്ങളും, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലങ്ങളും നമുക്ക് പറയാം. നോക്കിയേ, ഇൻക്രീസിംഗ് പേ ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ദ എംപ്ലോയീസ് ആസ് എ റിവാർഡ് ഫോർ ദെയർ ബെറ്റർ പെർഫോമൻസ്. ഇപ്പൊ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, നന്നായിട്ട് പെർഫോം ചെയ്താൽ അത് മനസ്സിലാക്കി അവിടെയുള്ള എംപ്ലോയർ നമുക്ക് എന്ത് ചെയ്യുന്നു? ശമ്പളത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്താണ് പ്രതിഫലങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് തരുന്നു.
അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തിൽ വർധനവുണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും പ്രതിഫലങ്ങളോ പാരിതോഷികങ്ങളോ തരുന്നു. അത് വഴി എന്താണ്, നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തത് കൊണ്ടാണ് അവർക്ക് കിട്ടിയത് അല്ലെ. അതിലൂടെയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും അവിടെ നിലനിർത്താനും സാധിക്കുന്നില്ലേ? നമ്മൾ അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പോവോ? അവിടെ തന്നെ വർക്ക് ചെയ്യും അല്ലെ. കാരണം നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഇല്ലേ? അപ്പൊ അത്തരം എംപ്ലോയീസിനെ നമുക്ക് അവിടെ ഇതിലൂടെ നിലനിർത്താൻ പറ്റില്ലേ? എവിടെ പറ്റുമോ? അവരുടെ കോൺഫിഡൻസും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? ഉണ്ട് അല്ലെ. അതാണ് റെക്കഗ്നിഷനും റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡിന് പറയുന്നത്. അടുത്തതാണ് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി. എന്താണ്? നല്ല നല്ല അവസരങ്ങൾ നൽകുക എന്നുള്ളത്. ഗിവിംഗ് ദ ചാർജ് ഓഫ് ചലഞ്ചിങ് പ്രൊജക്ട് ടു ദ എംപ്ലോയീസ് along with the authority and responsibility of the same make them more confident. അതായത് പുതിയ പുതിയ അവസരങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളത്, അവരുടെ വളർച്ചയ്ക്കും ഡെവലപ്മെന്റിനും ആവശ്യമായ പുതിയ പുതിയ അവസരങ്ങൾ നൽകുക. അതായത് ചലഞ്ചിങ് പ്രൊജക്ടുകൾ, കുറച്ച് വെല്ലുവിളി നിറഞ്ഞ പ്രൊജക്ടുകളിലൊക്കെ ഉള്ള ഒരു ചാർജ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ചുമതല അവർക്ക് നൽകുക. അപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആയിരിക്കും, അത് നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്ടുകളിലെ ഭാഗമാകുക, അല്ലെങ്കിൽ അതിനുള്ള ചുമതലകളൊക്കെ അവർക്ക് നൽകുക. ആ ചുമതലകൾ നൽകുക, അതിനുള്ള അധികാരങ്ങൾ നൽകുക, അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നൽകുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കാനാണ് സഹായകമാകുന്നത്. കാരണം എന്തുകൊണ്ടാ? ഞാൻ നന്നായിട്ട് മറ്റേ വർക്ക് ചെയ്തത് കൊണ്ടല്ലേ നമുക്ക് പുതിയതായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കുകൾ തരുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്റെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടെ നന്നായിട്ട് ചെയ്തത് കൊണ്ടാണ്, എന്നിലൊരു വിശ്വാസം ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഉള്ളത് കൊണ്ടാണ് എനിക്ക് പുതിയതായിട്ടുള്ള പ്രൊജക്ട് തന്നിരിക്കുന്നത്, കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും അധികാരവും ഒക്കെ എനിക്ക് തന്നിരിക്കുന്നത് എന്നിലുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ഇതിനും മികച്ചതായിട്ട് എനിക്ക് അത് ചെയ്തു തീർക്കണം എന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസവും മോട്ടിവേഷനും നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ റെക്കഗ്നിഷൻ പറഞ്ഞു, റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ് പറഞ്ഞു, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? അതൊന്നുകൂടി ആ ഒരു ഭാഗം മാത്രം ഒന്നുകൂടി പറയാം കേട്ടോ, അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അപ്പോ ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? മാനേജേഴ്സും അതുപോലെ ഹയർ അതോറിറ്റീസുമാണ് ശരിക്കും എന്ത് ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള വികസനങ്ങളും അവരുടെ ദീർഘകാലം ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകണമെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വഴിയൊരുക്കേണ്ടത്, അല്ലെങ്കിൽ അതിനു വേണ്ടി മുൻകൈ എടുക്കേണ്ടതും വഴിയൊരുക്കേണ്ടതും അവിടുത്തെ മാനേജേഴ്സും ഉന്നത അധികാരികളുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല വഴികളിലൂടെ നമുക്ക് മാനേജേഴ്സിന് അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവിടെ നിലനിർത്താനും സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള വഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം. ഇവിടെ എംപ്ലോയീസിന് നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്, അവർ ചെയ്യുന്ന വർക്കുകൾ എന്താണ്, അതിന്റെ പ്രാധാന്യങ്ങളും അതിന്റെ ആഴവും മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുക, ഒരു അംഗീകാരങ്ങൾ നൽകുക. അതിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ കോൺഫിഡൻസ് ലെവലും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത് റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡിൽ പറയുന്നത് അവർക്ക് എന്ത് ചെയ്യുക, പ്രതിഫലങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്നതിലൊക്കെ വർധനവുണ്ടാക്കുക. സോ അത്തരം കേസുകളിലും അവർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അവരുടെ ശമ്പളത്തിൽ വർധനമുണ്ടാക്കുക, അവർക്ക് കൊടുക്കുന്ന മറ്റു പാരിതോഷികങ്ങളും പ്രതിഫലങ്ങളിലും വർധനമുണ്ടാക്കുക. അതിലൂടെയും നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും കോൺഫിഡൻസ് കൂട്ടാനും സാധിക്കും. മൂന്നാമത്തത് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി, നല്ല ഒരു വളർച്ചയ്ക്ക് ആവശ്യമായ അവസരങ്ങൾ അവരുടെ മുന്നിൽ നൽകുക. അതായത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്ടുകളിൽ അവർക്ക് ചുമതലകൾ നൽകുക, അതിനുള്ള അധികാരങ്ങൾ നൽകുക, റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും അതിൽ അവർക്ക് നൽകുക. അതിലൂടെയും അവരുടെ കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ഇപ്പൊ ഇവിടെ വേഗം ഒന്ന് വായിച്ചു നോക്കി.
ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് റോൾ ഡിസൈൻ. റോൾ ഡിസൈനിൽ പറയുന്നത് റോൾ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ must be designed to keep them occupied and committed. It must be flexible enough to engage and adapt to the employees' talent and knowledge. ഇവിടെ റോൾ ഡിസൈനിൽ പറയുന്നത് the role of the employees in the organization must be designed to keep them occupied and committed. അപ്പൊ ഇവിടെ ഒരു റോള്, അതായത് അവര് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുന്ന ആ ഒരു ചുമതലകൾ അല്ലെങ്കിൽ അവർ വഹിക്കുന്ന റോള്, ആ ഒരു പങ്കാളിത്തം, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രൂപകൽപ്പനകൾ നടത്തുക. അതിലൂടെ എപ്പോഴും ആ എംപ്ലോയീസ് നല്ല രീതിയിൽ പ്രതിബദ്ധതയോടുകൂടിയും അതുപോലെ തന്നെ എൻഗേജ്ഡ് ആയിട്ടും നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ അവരുടെ റോളുകള് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ രൂപകൽപ്പന നടത്തുക. അതോടൊപ്പം തന്നെ ആ ഒരു റോൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു ചുമതല അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു പങ്ക് എന്ന് പറയുന്നത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോബ് കൂടിയായിരിക്കണം, അല്ലെങ്കിൽ റോള് കൂടിയായിരിക്കണം. ഇനഫ് ടു ഇൻകൾക്കേറ്റ് ആൻഡ് അഡാപ്റ്റ് ടു ദ എംപ്ലോയീസ് ടാലന്റ് ആൻഡ് നോളജ്. ആ എംപ്ലോയീസിന്റെ കഴിവുകളും അവരുടെ അറിവും മുതലായവയൊക്കെ വളർത്തിയെടുക്കുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വഴക്കമുള്ള രീതിയിലുള്ള റോൾസ് ആണ് അവർക്ക് രൂപകൽപ്പന ചെയ്യേണ്ടതും അതിലൂടെ അവർ വളരെ പ്രതിബദ്ധതയോടുകൂടിയും എപ്പോഴും നല്ല എൻഗേജ്ഡ് ആയിട്ടും അവരവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരങ്ങൾ നൽകുക. Then അടുത്തതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് lack enthusiasm if they perform the same kind of work daily. അല്ലെ, എല്ലാ ദിവസവും ഒരേ ജോലി തന്നെ ചെയ്യുമ്പോൾ എംപ്ലോയീസിൽ എന്തുണ്ടാക്കും? ഒരു മടുപ്പുളവാക്കും, അല്ലെങ്കിൽ ഒരു ഉത്സാഹക്കുറവുണ്ടാകും, അല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ജോലി തന്നെ എല്ലാ ദിവസവും ഒരേ ജോലി ഒരേ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കും ഒരു ഉത്സാഹക്കുറവുണ്ടാവില്ലേ അത് ചെയ്യാനായിട്ട്? ഒരു മടുപ്പുണ്ടാവില്ലേ? ഉണ്ടാവൂ? ഇല്ല, ഒരു മടുപ്പില്ല, അല്ലെ? എന്താണോ? ഉണ്ടാകും, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ഉത്സാഹക്കുറവ് അല്ലെങ്കിൽ ആ ഒരു മടുപ്പ് അല്ലെങ്കിൽ ആ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെത്തേഡാണ് ജോബ് റൊട്ടേഷൻ. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇഫ് ദേ പെർഫോം ദ സെയിം കൈൻഡ് ഓഫ് വർക്ക് ഡെയിലി, അവർ ദിവസേന അതേ ജോലി തന്നെ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു ആ ഒരു ഉത്സാഹക്കുറവോ അല്ലെങ്കിൽ ബോറടിയൊക്കെ തോന്നുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ജോബ് റൊട്ടേഷൻ ഓർ ടെമ്പററി ഷിഫ്റ്റിംഗ് ഓഫ് എംപ്ലോയീസ് ഫ്രം വൺ ജോബ് ടു അനദർ. നമ്മൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് എംപ്ലോയീസിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. വിത്തിൻ ദ ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ജോലി തന്നെ, ആ ഉള്ളിലുള്ള തന്നെ മറ്റൊരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇസ് എസെൻഷ്യൽ ടു കീപ് ദം എൻഗേജ്ഡ് ആൻഡ് മോട്ടിവേറ്റഡ്. അവർ കുറച്ചും കൂടി പുതിയ പുതിയ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാനും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി മോട്ടിവേറ്റഡ് ആവാനൊക്കെ നമുക്ക് ഇത് സഹായകമാണ്. അതായത് നിങ്ങൾ ബാങ്കുകളിലേക്ക് എക്സാമ്പിൾ എളുപ്പം പഠിക്കാൻ പറ്റുന്നതാട്ടോ. ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ക്യാഷിലിരിക്കുന്ന ആളുകൾ വ്യത്യസ്തരായിരിക്കും, അല്ലേ? പിന്നെ ഒരു ക്യാഷിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാളെ ചിലപ്പോൾ അവർ ലോൺ സെക്ഷനിലായിരിക്കും ഇരിക്കുക. അപ്പൊ അങ്ങനെ ജോബ് എന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് അവരുടെ ജോലി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക്, പിറ്റേ ദിവസം അടുത്ത ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർക്ക് ആ സെയിം ജോലി തന്നെ ചെയ്യുന്നതിന്റെ ആ ഒരു എന്താണ് ആ ഒരു ബോറടിയും കാര്യങ്ങളും മടുപ്പും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പല പല ജോലിയുമായി ബന്ധപ്പെട്ട സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കാനും പുതിയ പുതിയ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാനും അതിലൂടെ പ്രചോദനം ലഭിക്കാനും ഇത് കാരണമാകുന്നുണ്ട്. അപ്പൊ റോൾ ഡിസൈൻ എന്ന് പറഞ്ഞതും ജോബ് റൊട്ടേഷനുമാണ് നമ്മൾ പറഞ്ഞത്. റോൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി ചെയ്യേണ്ട റോൾസ്, അവർ ചെയ്യേണ്ട ആ ഒരു പങ്കാളിത്തം എന്താണ്, ഏത് റോളാണ് അവർ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അത് രൂപകൽപ്പന ചെയ്യുകയും അവരെപ്പോഴും പ്രതിബദ്ധതയോടുകൂടിയും എൻഗേജ്ഡ് ആയിട്ട് നിലനിർത്തുന്ന രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം അവരുടെ റോൾസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചുമതലകൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് അതിലൂടെ അവരുടെ ടാലന്റും നോളജും അറിവും കഴിവും എല്ലാം അവർക്ക് വർദ്ധിപ്പിക്കാനും കൂടി ഇതിലൂടെ സാധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥിരമായിട്ട് ഒരേ സെയിം കൈൻഡ് ഓഫ് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഉത്സാഹക്കുറവൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയി
എംപ്ലോയീസിനെ താൽക്കാലികമായിട്ട് ആ ഓർഗനൈസേഷനുള്ളിലുള്ള ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് അവരെ ടെമ്പററി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിലൂടെ അവർ കുറച്ചും കൂടി പുതിയ പുതിയ ജോലികളിൽ എൻഗേജ്ഡ് ആവുകയും അതിനനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യും. വേറെ ഇത് രണ്ടെണ്ണം. അടുത്തതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും ഡെവലപ്മെന്റ്സും നൽകുന്നു. നോക്കിയേ, ഓൺ ദി ജോബ് ട്രെയിനിങ്, e-learning programs, work related tutorials, educational courses, internship, etc. are essential to enhance the competencies, skill and knowledge of the employees. അതുപോലെ തന്നെ ഓൺ ദി ജോബ് ട്രെയിനിങ്, നമ്മൾ ആ ഒരു ജോലിയിനുള്ളിൽ തന്നെ, ഈ ജോലി ചെയ്യുന്ന ആ ഒരു ഇടത്ത് തന്നെ നമുക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ e-learning പ്രോഗ്രാംസ്, ഓൺലൈൻ ആയിട്ടുള്ള ലേണിംഗ് പ്രോഗ്രാമുകളിൽ പങ്കാളികളാക്കുന്നു. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ്, ഈ പഠനവുമായി ബന്ധപ്പെട്ട ലെക്ചർ ക്ലാസ്സുകളോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യുന്നു. എഡ്യൂക്കേഷണൽ കോഴ്സുകൾ ലഭ്യമാക്കി തരുന്നു. ഇന്റേൺഷിപ്പുകൾ നടത്തും. ഇതെല്ലാം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള മെത്തേഡുകളും എസെൻഷ്യൽ ടു എൻഹാൻസ് ദ കോമ്പിറ്റൻസി, ആ ഒരു എംപ്ലോയിയുടെ കഴിവ്, അവരുടെ നൈപുണ്യം, അവരുടെ നോളജ് അല്ലെങ്കിൽ അറിവ് മുതലായവയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യം ഇപ്പൊ ഇങ്ങനെയുള്ള പല മെത്തേഡുകളിലൂടെ അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ്സും കൊടുക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ് ആവാം, e-learning പ്രോഗ്രാമുകളിലൂടെ കിട്ടുന്ന ഡെവലപ്മെന്റും ട്രെയിനിങ്ങും ആവാം, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയലിലൂടെ കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പല എഡ്യൂക്കേഷണൽ കോഴ്സസിന്റെ സഹായത്തോടു കൂടി പരിശീലനങ്ങളും ഡെവലപ്മെന്റും കിട്ടും. ഇന്റേൺഷിപ്പിന്റെ സഹായത്തോട് കിട്ടും. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ കോമ്പിറ്റൻസി, സ്കില്ല്, നോളജ് മുതലായവ വർദ്ധിപ്പിക്കാനും അതിലൂടെ അവരെ അവിടെ മോട്ടിവേറ്റ് ചെയ്യാനും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകളായിട്ട് അവിടെ നിലനിർത്താനും സാധിക്കുന്നുണ്ട്. അപ്പൊ വേഗം റോൾ ഡിസൈനും ജോബ് റൊട്ടേഷനും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. Okay. Then next one ആണ് succession planning. എന്ന് വെച്ചാല് പിന്തുടർച്ച ആസൂത്രണം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് internal promotions help identify and develop an individual who can be the successor to senior position in the organization. അതായത് ഇപ്പൊ ആ ഒരു സ്ഥാപനം, ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ ഉയർന്ന സ്ഥാനങ്ങൾ, അതാണ് അവിടെ സീനിയർ പൊസിഷൻസ്, ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉള്ള പിൻഗാമിയാക്കാൻ കഴിവുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്താനും അവർക്ക് ആവശ്യമായ വികസനങ്ങൾ നൽകാനും ഇന്റേണൽ പ്രൊമോഷൻസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ജോലിയുണ്ട്, അതില് സാധാരണ ഒരു താഴെ തട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാവും അല്ലെ. അപ്പൊ അവിടെ ഒരു സീനിയർ പൊസിഷനിലേക്ക് അവർ എത്തണമെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇന്റേണൽ ആയിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളിലൂടെയാണ് അവർ എത്തുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സീനിയർ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ ഉയർന്ന സ്ഥാനങ്ങൾക്ക് പാലിക്കാനായിട്ട്, അതിനെ ഒരു പിൻഗാമിയാക്കാനായിട്ട് കഴിവുള്ള വ്യക്തികളെ എന്ത് ചെയ്യുക, കണ്ടെത്താനും അത് വികസിപ്പിക്കാനും നമുക്ക് ഇന്റേണൽ പ്രൊമോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതാണ് സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്, പിന്തുടർച്ച ആസൂത്രണം. അപ്പൊ ആര് ആ ഒരു സീനിയർ പൊസിഷനെ പിന്തുടരാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ആ ഒരു സീനിയർ പൊസിഷനെ കൈകാര്യം ചെയ്യാനായിട്ട് ആരെ നമുക്ക് പിൻഗാമിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് നിർണ്ണയിക്കാനും അത് വികസനം നൽകാൻ അതനുസരിച്ചുള്ള ഡെവലപ്മെന്റ്സ് കൊടുക്കണമെങ്കിൽ ആ ഇന്റേണൽ പ്രൊമോഷൻസ് നമുക്കതിനെ സഹായകമാണ്. ദെൻ അടുത്തതാണ് ഫ്ലെക്സിബിലിറ്റി. നല്ലൊരു വഴക്കം ഉണ്ടായിരിക്കണം. പ്രൊവൈഡിങ് എ ഫ്ലെക്സിബിൾ വർക്ക് എൻവയോൺമെന്റ് ടു ദ എംപ്ലോയീസ് മേക്ക് ദം മോർ അഡാപ്റ്റബിൾ ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ബ്രിങ്സ് ഔട്ട് ദെയർ ക്രിയേറ്റിവിറ്റി.
അപ്പോ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ്, ഒരു പ്രവർത്തന അന്തരീക്ഷം, നല്ലൊരു വഴക്കമുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തന അന്തരീക്ഷം നൽകുന്നതിലൂടെ എംപ്ലോയീസിനെ നമുക്ക് കുറച്ചും കൂടി മോർ അഡാപ്റ്റീവ്, ആ ഒരു കുറച്ചും കൂടി ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലേക്ക് അവരെ കുറച്ചും കൂടി പൊരുത്തപ്പെടുത്താനും, അതുപോലെ തന്നെ ബ്രിങ് ഔട്ട് ദിയർ ക്രിയേറ്റിവിറ്റി, അവരുടെ ആ ഒരു സർഗാത്മകത അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ശേഷിയെ നമുക്ക് പുറത്തു കൊണ്ടുവരാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന് മോർ അഡാപ്റ്റബിൾ ആയിട്ട് മാറുന്നതിൽ കൂടുതൽ പൊരുത്തപ്പെടൽ നടത്താൻ സാധിക്കുന്നു. അതിനനുസരിച്ച് ബ്രിങ് ഔട്ട് ദിയർ ക്രിയേറ്റിവിറ്റി, അവരുടെ സർഗാത്മകത പുറത്തു കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. നോക്കിയേ, മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് വർക്ക് പ്ലേസ് where employees are free to express their ideas, take part in the decision-making process, encourage employees to achieve goals and are rewarded for better performance, lead to employer retention. ഇവിടെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ്, അതായത് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജോലി അന്തരീക്ഷം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എംപ്ലോയീസിന് ഫ്രീ ടു എക്സ്പ്രസ് ദിയർ ഐഡിയാസ്, അവരുടെ ആശയങ്ങള് എന്താണ് ഫ്രീ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ പങ്കാളികളാക്കാൻ പറ്റും. മറ്റ് എംപ്ലോയീസിനെ നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നു. അതുപോലെ ബെറ്റർ പെർഫോമൻസ് അവർ കാഴ്ചവെച്ചാൽ അവർക്ക് അതിനനുസരിച്ച് റിവാർഡുകൾ കൊടുക്കാനും അത്തരത്തിലുള്ള എംപ്ലോയീസിനെ അവിടെ നിലനിർത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇപ്പൊ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന് അവരുടെ ആശയങ്ങൾ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പങ്കാളികളാക്കാൻ പറ്റും. അതുപോലെ എംപ്ലോയീസ് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹനം അല്ലെങ്കിൽ എൻകറേജ്മെന്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ അവരുടെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അതിനനുസരിച്ച് അവർക്ക് റിവാർഡുകളും കൊടുക്കാം. അതിലൂടെ അത്തരത്തിലുള്ള എംപ്ലോയീസിനെ നമുക്ക് അവിടെ നിലനിർത്താനും സാധിക്കുന്നു. ലാസ്റ്റ് വൺ ആണ് സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേഷനിൽ പറയുന്നത് നത്തിങ് ക്യാൻ ബി എഫക്റ്റീവ് ഇഫ് ദ എംപ്ലോയി ഈസ് നോട്ട് സെൽഫ് ഡിറ്റർമൈൻഡ് ആൻഡ് മോട്ടിവേറ്റഡ് ടു വർക്ക്. അല്ലേ? ഇപ്പൊ നമ്മൾ സ്വയം നിർണയിക്കാതെ അല്ലെങ്കിൽ സ്വയം നമ്മൾ നിർണയിക്കാതെ സ്വയമായിട്ട് എനിക്ക് ആ ഒരു ജോലി ചെയ്യണമെന്ന് മോട്ടിവേറ്റ് ആവാതെ ഒരു കാര്യവും കാര്യക്ഷമമായിട്ട് നടക്കാൻ പോകുന്നില്ല. ശരിയല്ലേ? നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ, അല്ലേ? ആണോ? മറ്റുള്ള വ്യക്തികൾ എത്രത്തോളം പറഞ്ഞാലും എന്തൊക്കെ തന്നെന്ന് വിചാരിച്ചാലും നമ്മൾ ഒരു കാര്യത്തെ നിർണ്ണയിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഡിറ്റർമൈൻഡ് ആയില്ല എങ്കിൽ, നമ്മൾ സ്വയമേ മോട്ടിവേറ്റഡ് ആയില്ല എങ്കിൽ ഒരു കാര്യവും ഫലപ്രദമാവില്ല. ശരിയല്ലേ ഇത്? എന്തെങ്കിലും കാര്യം മറ്റുള്ളവർ പറഞ്ഞതിന്റെ നിർബന്ധത്താൽ ചെയ്താൽ അത് എഫക്റ്റീവ് ആവുമോ? ഇല്ല, അല്ലെ? നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവണം. അതിനനുസരിച്ച് നമ്മൾ സ്വയം നിർണ്ണയിക്കണം, എനിക്ക് ഈ ഒരു വർക്ക് ചെയ്യണം എന്ന് നിർണ്ണയിക്കുമ്പോഴാണ് അത് ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അതാണ് സെൽഫ് മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ ഏതൊരു എംപ്ലോയിക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ. സ്വയമേ നമ്മൾ പ്രചോദനങ്ങൾ നൽകുക, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ താല്പര്യത്തോടു കൂടി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു ടാസ്കും എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായിട്ട് അത് പൂർത്തിയാക്കാനും കഴിയുള്ളൂ. അപ്പൊ സക്സഷൻ പ്ലാനിങ് പറഞ്ഞു. സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാല് ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഒരു സ്ഥാനത്തേക്ക്, അതായത് ഒരു ഉയർന്ന സ്ഥാനങ്ങള് അതിന്റെ പിൻഗാമിയായിട്ട് കഴിവുള്ള, പിൻഗാമിയാക്കാൻ കഴിവുള്ള വ്യക്തികൾ ആരാണോ അതിനെ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ ഡെവലപ്മെന്റ്സ് നൽകാനും നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള പ്രൊമോഷൻസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്താൽ എംപ്ലോയീസിന് കുറച്ചും കൂടി പൊരുത്തപ്പെട്ട് അഡാപ്റ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യാനും അതിനനുസരിച്ച് അവരുടെ സർഗാത്മകത പുറത്തു കൊണ്ടുവരാനും കഴിവുണ്ടായിരിക്കും അല്ലെങ്കിൽ സാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിന് ഫ്രീ ആയിട്ട് അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങില് ഭാഗമാവാൻ പറ്റും. എൻകറേജ് എംപ്ലോയീസ് ടു അച്ചീവ് ഗോൾസ്, അതായത് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ബെറ്റർ പെർഫോമൻസിനനുസരിച്ച് റിവാർഡുകൾ നേടാനും ലീഡ് ടു എംപ്ലോയീസിനെ നിലനിർത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. സെൽഫ് മോട്ടിവേഷൻ ഒരു എംപ്ലോയിക്കും ഏതൊരു എംപ്ലോയിക്കും ആവശ്യമായിട്ട് വേണ്ട കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സ്വയം മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളത്. അങ്ങനെ അല്ല, അതായത് സ്വയം അവർ തീരുമാനിക്കാതെ അല്ലെങ്കിൽ നിർണ്ണയിക്കാതെ ഒരു വർക്ക് മോട്ടിവേറ്റഡ് ആവാതെ അവർ വർക്ക് ചെയ്താൽ ഒരിക്കലും അത് വളരെ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫലപ്രാപ്തിയിൽ അത് എത്തുകയുമില്ല. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ലാസ്റ്റ് ഭാഗം.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടാ. ഇനി നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആ പേരിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും, ഒരു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സർവീസുകൾക്ക് നമ്മൾക്ക് തിരികെ കിട്ടുന്ന പ്രതിഫലമാണ് അല്ലെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കോമ്പൻസേഷൻസ് പേയ്മെന്റ് ആവാം, റിവാർഡുകളാവാം അല്ലെ, വേജസ് ആവാം. അപ്പൊ അങ്ങനെ നമുക്ക് തിരികെ കിട്ടുന്ന പ്രതിഫലങ്ങളാണ് നമ്മുടെ കോമ്പൻസേഷൻ. അപ്പൊ അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പഠിക്കുന്നത്. അപ്പൊ നോക്കി, കോമ്പൻസേഷൻ മാനേജ്മെന്റ് refers to the establishment and implementation of sound policies, programs and practices of employee compensation. അപ്പൊ എംപ്ലോയീസിന്റെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആ ഒരു പ്രതിഫലവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള സൗണ്ട് പോളിസികൾ, മികച്ച നയങ്ങള്, അതുപോലെ തന്നെ പരിപാടികള്, അതുപോലെ പ്രാക്ടീസ് രീതികള് മുതലായവ സ്ഥാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സൗണ്ട് പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് എംപ്ലോയി കോമ്പൻസേഷൻ. തൊഴിലാളികളുടെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മികച്ച പോളിസികളോ പ്രോഗ്രാമുകളോ പ്രാക്ടീസുകളോ സ്ഥാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലെ, അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം അല്ലെ, അവരുടെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ആ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പ്രതിഫലവുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് ആ ഒരു വേജസ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ആ പ്രതിഫലം എങ്ങനെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് മികച്ചതായിട്ടുള്ള നയങ്ങളും പരിപാടികളും രീതികളും ഒക്കെ സ്ഥാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? Compensation management എന്താണ്? Okay, then it is essentially the application of a systematic and scientific approach for compensating the employees for their work in a fair, equitable and logical manner. അപ്പോൾ ഇത് സാധാരണ എസെൻഷ്യലി ആപ്ലിക്കേഷൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഫോർ കോമ്പൻസേറ്റിംഗ് ദ എംപ്ലോയീസ് ഫോർ ദിയർ വർക്ക് ഇൻ എ ഫെയർ, ഇക്വിറ്റബിൾ ആൻഡ് ലോജിക്കൽ മാനർ. അപ്പൊ അവിടുത്തെ വർക്കേഴ്സ് അവര് ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു? പ്രതിഫലം നൽകുന്നു അല്ലെ. അപ്പൊ അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രതിഫലം കൊടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം? വളരെ ന്യായമായ പ്രതിഫലമായിരിക്കണം കൊടുക്കേണ്ടത് അല്ലെ. അതുപോലെ ഇക്വിറ്റബിൾ ആയിരിക്കണം, ന്യായമായതും തുല്യമായതും ഒരു യുക്തിപരമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഫലമായിരിക്കണം നൽകേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു എംപ്ലോയീസ് ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ന്യായമായിട്ടുള്ള അതുപോലെ തന്നെ തുല്യമായിട്ടുള്ള ഒരു യുക്തിപരമായിട്ടുള്ള പ്രതിഫലം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ വ്യവസ്ഥാപിതമായിട്ടും അല്ലെങ്കിൽ വളരെ ചിട്ടയായിട്ടും ശാസ്ത്രീയമായിട്ടും കൊടുക്കാനുള്ള, ശാസ്ത്രീയമായിട്ടും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമീപനമാണ് ശരിക്കും കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് അപ്രോച്ച്. വളരെ ചിട്ടയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ പറയുന്നത്. അതായത് വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും അവരുടെ വർക്കിനനുസരിച്ച് വളരെ ന്യായമായിട്ടുള്ള, തുല്യമായിട്ടുള്ള, യുക്തിപരമായിട്ടുള്ള രീതിയിൽ പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിട്ടയായ ശാസ്ത്രീയമായൊരു സമീപനം കൂടിയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ്. തേർഡ് പറയുന്നത് compensation management is concerned with the compensation to employees for their work and contribution for attaining
ഓർഗനൈസേഷണൽ ഗോൾ. അതുപോലെ തന്നെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്? എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കുന്നു. അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മളൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്ര നന്നായിട്ട് അവർ വർക്ക് ചെയ്യുന്നു അത് നോക്കണം. അതുപോലെ ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് ആ ഒരു എംപ്ലോയി എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഫലമാണ് ഇതിലൂടെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നത്, കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഈസ് കൺസേൺ വിത്ത് ദ കോമ്പൻസേഷൻ ടു എംപ്ലോയീസ് ഫോർ ദെയർ വർക്ക് and contribute for attaining organizational goal. അപ്പൊ അവര് ചെയ്യുന്ന വർക്ക്, അവര് ഓരോ എംപ്ലോയീസും ചെയ്യുന്ന വർക്ക് എത്രത്തോളം നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ സംഭാവനകൾ ഈ തൊഴിലാളികൾ നൽകിയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലമാണ് ഇവർക്ക് നൽകേണ്ടത്. ക്ലിയർ അല്ലേ? ഇത് തേർഡ് പോയിന്റ് ക്ലിയർ ആയില്ലേ? Then fourth one പറയുന്നത് obviously it is concerned with designing and implementing total compensation package. It is also known as wage and salary administration or remuneration management. അപ്പൊ ഇത് മുഴുവനായിട്ട് ഇത് സാധാരണ ശരിക്കും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഒരു ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ് ആണ്. ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന മൊത്തത്തിലുള്ള ടോട്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു പ്രതിഫല പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ ഡിസൈൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് മറ്റൊരു രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു. കോമ്പൻസേഷൻ മാനേജ്മെന്റിന് രണ്ട് പേരുകളാണ്. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം അല്ലെ, നമ്മുടെ വേതനം അല്ലെങ്കിൽ ശമ്പളവുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്ന് പറയാം. ആ രണ്ട് പേര് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്ന് പറയാം. ഈ മൂന്ന് പേരുകൾ ചോദിച്ചാലും ഏത് ചോദിച്ചാലും ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും, വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ചോദിച്ചാലും എന്ത് തന്നെയാണ്, ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് തന്നെയാണെന്ന് മനസ്സിലായോ? ചിലപ്പോ ക്വസ്റ്റ്യനില് റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്നായിരിക്കും ചോദ്യം വരിക, അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടാവുക. അപ്പൊ മാറരുത് കേട്ടോ, മാറിപ്പോവരുതേ. ഇത് മൂന്നും ഒന്ന് തന്നെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തൊരു ഡെഫിനിഷൻ ആണ് അക്കോർഡിംഗ് ടു കാസിയോ 1995 കാസിയോ പറയുന്നതിനനുസരിച്ച്, കാസിയോ എന്ന് പറഞ്ഞതനുസരിച്ച് the compensation include direct cash payments and indirect payments in the form of employees' benefit and incentive to motivate employees to strive for higher level of productivity. അപ്പോ കാസിയോയുടെ ഡെഫിനിഷനിൽ പറയുന്നത് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ക്യാഷ് പേയ്മെന്റുകളാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് പറയുന്നേ? നേരിട്ട് നമുക്ക് തരുന്ന ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റുകൾ ഉണ്ട്. അതുകൂടാതെ ഇൻഡയറക്റ്റ് പേയ്മെന്റുകളായിട്ടുള്ള എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ്, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങള്, ഇൻസെന്റീവുകള് മുതലായിട്ടുള്ളവയൊക്കെ ഇൻഡയറക്റ്റ് പേയ്മെന്റ് ആണ്. അപ്പോ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റും ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ്, ഇൻസെന്റീവ് പോലെയുള്ള ഇൻഡയറക്റ്റ് പേയ്മെന്റും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നൽകുന്നത്? ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. എംപ്ലോയീസിന് എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രചോദനം നൽകുക, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുക. ടു സ്ട്രൈവ് ഫോർ ഹയർ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, അല്ലെ, നല്ല ഉയർന്ന ഉൽപാദനക്ഷമതയ്ക്കായിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു ഹയർ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, നല്ലൊരു ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപാദനക്ഷമത, അതിലേക്ക് അവർ പരിശ്രമിക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് അവർ എത്താനായിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റിയിലേക്ക് അവർ പരിശ്രമിക്കാനായിട്ട് നമ്മൾ ജീവനക്കാരെ
പ്രേരിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള എന്ത് കോമ്പൻസേഷനുകൾ. അപ്പൊ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് പ്രതിഫലം എന്ന് പറയുമ്പോൾ അതിൽ ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റും വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് പേയ്മെന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും ഇൻസെന്റീവും മുതലായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രതിഫലങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് എംപ്ലോയീസിനെ പ്രചോദനം നൽകാനും അതിലൂടെ അവർ ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപാദനക്ഷമത എന്ത് ചെയ്യുന്നു, ആ ഉൽപാദനക്ഷമത കൈവരിക്കാനായിട്ട് അവരെ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇത്രയും വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ വരെ കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് കോൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. കോമ്പൻസേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ഓർ റിവാർഡ് മാനേജ്മെന്റ്. അപ്പൊ ഇതൊക്കെ കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ മറ്റു പേരുകളാണ് കേട്ടോ. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കാം, റെമ്യൂണറേഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ റിവാർഡ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും അത് കോമൺ ആയിട്ട് നമ്മുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ്. That is concerned with designing and implementing a total compensation package. മൊത്തത്തിലുള്ള ഒരു കോമ്പൻസേഷൻ പാക്കേജിനെയാണ് ഇവിടെ രൂപകൽപ്പന നടത്തുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. ഇനി ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ പണ്ടത്തെ കോൺസെപ്റ്റ് ആണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളിൽ എംഫസൈസ്ഡ് ഓൺ ഓൺലി ഇപ്പൊ ഒരു വേജ് ആൻഡ് സാലറി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റില് എപ്പോഴും ആ ഒരു സ്ഥാപനത്തിന്റെ ഓർഗനൈസേഷണൽ സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് അവരുടെ വേജസ്, സാലറി സ്ട്രക്ചർ എങ്ങനെയാണ് മുതലായ കാര്യങ്ങൾ മാത്രമേ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നിർണ്ണയിക്കുന്നുള്ളൂ. പക്ഷേ കാലക്രമേണ ഈ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിന് ഒരുപാട് കോമ്പൻസേഷൻസ് ഈ ഒരു ബിസിനസ് ഉണ്ട്. അപ്പൊ വേജോ സാലറിയോ മാത്രമല്ല അല്ലാതെയുള്ള പ്രതിഫലങ്ങളും ഒക്കെ ഒരുപാട് കാലക്രമേണ ബിസിനസ് മേഖലയിലേക്ക് ഉൾപ്പെടുകയുണ്ടായി. അപ്പൊ അതിന്റെ ബേസിസില് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം മാറ്റി നമ്മൾ കുറച്ചുകൂടി സമഗ്രമായ രീതിയിൽ കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ചേഞ്ച് അതിന്റെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ അതിന്റെ നാമകരണത്തിൽ നൽകുകയും അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന ടേമിലേക്ക് എത്തുകയും ചെയ്തത്. അത് നമുക്ക് ഒന്നുകൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ, വായിച്ചിട്ട്. അപ്പൊ അവിടെ വരെ അതായത് കോൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റിന് മുൻപ് വരെ ഡെഫിനേഷൻ വരെയും വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.